ഈ ഒരു സിനിമ ബാരമുല്ല നെറ്റ്ഫ്ലിക്സിൽ റീസെൻ്റ് ആയിട്ട് നവംബർ 7-ാം തീയതി തന്നെ ഡയറക്റ്റ് OTT റിലീസായ ഈ ഒരു മൂവി പറയുന്ന സ്റ്റോറി ഓരോ കുട്ടികളായിട്ട് കാണാതാകുന്നു. അതിലൊരു MLAയുടെ കുട്ടിയുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും പോലീസുകാർക്ക് പ്രഷർ ആവുന്നു, കണ്ടുപിടിക്കാനുള്ള പ്രഷർ കൂടുന്നു. സോ അങ്ങനെ ആ ഒരു ടാസ്ക് ഏറ്റെടുത്ത ഒരു ഓഫീസറാണ് ഈ ഒരു റിദ്വാൻ എന്ന് പറയുന്ന മാനവക്കോളി എന്ന ഈ ഒരു ക്യാരക്ടർ. സോ അദ്ദേഹത്തിന് ഒരു സർക്കാരി ബംഗ്ലാവൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലിംഗ് മിസ്റ്ററി എലമെൻറ്റ്സ്, സ്റ്റോറിയിലുള്ള ഇത്രയും എലമെൻറ്റ്സ് ആണ് നമ്മളെ കാണിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു സിനിമയിൽ യാതൊരു ത്രില്ലോ മിസ്റ്ററിയോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആദ്യത്തെ 1.25 മണിക്കൂർ വരെ എന്നുള്ളതാണ് സത്യം. കാരണം വളരെ സ്ലോ ബേണിംഗ് ആയിട്ടുള്ള, വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു മൂവി ആയിട്ടാണ് ആദ്യത്തെ 1.25 മണിക്കൂർ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷമ വേണം ഈ ഒരു സിനിമ കണ്ടു തീർക്കണമെങ്കിൽ. ആ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള സംഭവത്തിലോട്ട് വരുന്നത്. സോ അതിലുള്ള ഷോർട്സും കുറേ സംഭവങ്ങളൊക്കെ ഒരു ത്രില്ലിംഗ് എഫക്റ്റ് നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊക്കെ പറഞ്ഞ് വരുന്ന ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പ്രൊപ്പഗൻഡ മൂവീസിൽ കണ്ടുമടുത്ത സംഭവങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവാണ്. പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി ഡീൽ ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് ഈ ഒരു കുട്ടികളെ കാണാതാവുന്നു, അതൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു എൻ്റയർ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ബോളിവുഡ് മൂവീസിൽ കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും ഈ ഒരു സിനിമയിൽ അവസാനത്തെ ഒരു അരമണിക്കൂറാണ് കുറച്ചൊക്കെ ത്രില്ലടിപ്പിച്ചതും അതുപോലത്തെയുള്ള കുറച്ച് ടെറിഫിക് ഷോട്ട്സ് ഒക്കെ വന്നതും ആ ഒരു ലാസ്റ്റിലാണ്. സോ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നുള്ളത് സിനിമയുടെ ഒരു നെഗറ്റീവാണ്. മാനവ് കോളിൻ്റെയും ബാക്കിയുള്ള സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ തന്നെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. സോ അത് സിനിമയുടെ ഒരു വലിയ പോസിറ്റീവാണ്. അതെല്ലാം നോക്കുകയാണെങ്കിൽ കാര്യമായ പോസിറ്റീവ്സ് ഒന്നുമില്ലാത്ത ഒരു മിസ്റ്ററിയും ത്രിൽ എലമെൻറ്റ്സ് ഒക്കെ സ്റ്റോറിയിലുണ്ടെങ്കിലും അതൊന്നും സിനിമയിലില്ലാത്ത കൈൻഡ് ഓഫ് സംഭവങ്ങളാണ് ആദ്യത്തെ 1.25 മണിക്കൂർ നമുക്ക് തരുന്നത്. സോ അതാണ് സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് അവൈലബിൾ ആണ്.